Hello everyone, in this video we are going to discuss about vectors and scalars. Vectors എന്താണെന്ന് നമുക്ക് നോക്കാം, scalar എന്താണെന്ന് നമുക്ക് നോക്കാം. Vector എന്ന് പറഞ്ഞാൽ it's a quantity, any physical quantity which is having both magnitude and direction. മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം, സൈസ് എത്ര എന്നാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. സ്കേലർ ഇസ് എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ള ഒരു ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് സ്കേലർ. നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ജസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പോ എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുന്ന മേശയാണെന്ന് വിചാരിക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ ബോക്സോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ഒരു പെൻസിൽ ബോക്സ് ഇരിക്കുകയാണ്, നമ്മളിരുന്ന് വായിക്കുന്ന സ്ഥലത്ത്. നമ്മളതിനെ ഒരു നിശ്ചിത അകലം ഒന്ന് നീക്കി, റെക്റ്റിലീനിയർ മോഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണെന്ന് വിചാരിക്കാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. സ്ട്രെയിറ്റ് ലൈനായിട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഒരു 5 മീറ്ററാണ് അതിനെ നമ്മൾ മാറ്റി വെച്ചത്. ഒരു 5 മീറ്റർ നമ്മൾ അതിനെ ഒന്ന് മാറ്റി വെച്ചു. മീറ്ററോ സെൻറ്റിമീറ്ററോ എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ തൽക്കാലം മീറ്റർ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ 2 തരത്തിൽ ഈ കാര്യത്തെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറയുന്നു 5 മീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, എങ്ങോട്ട് മാറ്റി? വലത്തോട്ടാണ് നമ്മൾ മാറ്റിയത്. വലത്തോട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ആരുടെ വലത്തോട്ട്, നോക്കുന്ന ആളുടെ ആണോ എഴുതുന്ന ആളുടെ ആണോ എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. അപ്പോൾ ഇവിടെ 5 മീറ്റർ എന്ന് പറയുമ്പോൾ ആ 5 മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വാക്കുകളായിരുന്നു. തൽക്കാലം ഞാനത് ഇപ്പോൾ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ 5 മീറ്റർ എന്നുള്ള ആ അളവ് മാത്രം, അത് സ്കേലാറാണ്. അപ്പോൾ 5 മീറ്ററാണ് ഇവിടുത്തെ സ്കേലാർ. ഇനി നോക്കാം, ഒരാൾക്ക് സംശയം തോന്നുക, ഇത് എങ്ങോട്ടാണ് നീക്കിയത്? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മുകളിലോട്ടാണോ താഴോട്ടാണോ? ഇങ്ങനെയൊക്കെ സംശയം തോന്നാം. ആ സംശയം ഒഴിവാക്കാൻ നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? 5 മീറ്റർ ടു ദ, എങ്ങോട്ടാണ്? ഇവിടെ നോക്കൂ, ലെഫ്റ്റ് എന്ന് എഴുതി, അതൊരു ചെറിയ പശപ്പശകാണ്. ലെഫ്റ്റ് അല്ല, അത് റൈറ്റാണ്. കാരണം ഞാൻ പറഞ്ഞു, എഴുതുന്ന ആൾ നോക്കുമ്പം അത് അയാളുടെ ലെഫ്റ്റ് ആയിരിക്കാം, പക്ഷേ കാണുന്ന ആൾ നോക്കുമ്പോൾ അത് അയാളുടെ റൈറ്റാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കാണുന്ന ആൾക്ക് അത് 5 മീറ്റർ റൈറ്റിലോട്ട് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. സോ അത് ഒന്ന് കറക്ഷൻ ചെയ്താൽ മതി. 5 മീറ്റർ ടു ദ റൈറ്റ്. ഞാൻ വീണ്ടും പറയുന്നു, കാഴ്ചക്കാരന് റൈറ്റ്, എഴുതുന്ന ആൾക്കാണ് ലെഫ്റ്റ് വരിക. ഓക്കെ, ശരി. അപ്പോൾ ഈ 5 മീറ്റർ എന്നുള്ള സ്കാലാറിൻ്റെ കൂടെ ടു ദ റൈറ്റ് എന്നുള്ള ഡയറക്ഷനാണ് ചേർക്കുന്നത്. അപ്പോൾ ടു ദ റൈറ്റ് എന്ന് പറയുന്നത് ഡയറക്ഷനും 5 മീറ്റർ എന്നുള്ളത് മാഗ്നിറ്റ്യൂഡും ആവും. അപ്പം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ ചേരുമ്പോഴാണത് വെക്റ്റർ ആവുന്നത്. ക്ലിയർ? 5 മീറ്റർ എന്നുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ടു ദ റൈറ്റ് എന്ന ഡയറക്ഷൻ ചേർക്കുമ്പോൾ അത് വെക്റ്ററായിട്ട് മാറി. അപ്പോൾ ഇവിടെ വെക്റ്റർ എന്നുദ്ദേശിക്കുമ്പോൾ നമുക്ക് അളക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെക്റ്റർ എന്നാവണമെങ്കിൽ നമുക്ക് അളവ് ഡിസ്പ്ലേസ്മെൻ്റ് ആവണം. സ്കേലർ എന്നുപയോഗിക്കുമ്പോൾ നമ്മുടെ അളവ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു തവണയും കൂടെ പറയാം, വെക്റ്റർ എന്താണ്, സ്കേലാർ എന്താണ്. വെക്റ്റർ ഇസ് എ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കേലർ ഇസ് എ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇനിയും നമ്മൾ ഈ 5 മീറ്റർ ദൂരം എത്ര സമയം കൊണ്ടാണ് സഞ്ചരിച്ചത് എന്നുകൂടി ചിന്തിക്കാം. അപ്പോൾ ഈ 5 മീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് ചേഞ്ച് ഇൻ ടൈം 2 സെക്കൻഡ്സ് ആണെന്ന് വിചാരിക്കാം. അതായത് ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് എത്താൻ ആവശ്യമായ സമയം 2 സെക്കൻഡ്സ് ആണ് എന്ന് വിചാരിക്കാം.
ഓക്കെ. സോ അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് സാധാരണ നമ്മൾ ഒരു ഗ്രീക്ക് ലെറ്റർ ഉണ്ട് ഡെൽറ്റ, അതുകൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്യാറ്. എനിഹൗ നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ചേഞ്ച് ഇൻ ടൈം എന്ന് മാത്രം മനസ്സിലാക്കാം. ചേഞ്ച് ഇൻ ടൈം 2 seconds ആണ്. എവിടെ മുതൽ എവിടം വരെ? ആദ്യം നമ്മുടെ പെൻസിൽ ബോക്സ് ഇരുന്ന സ്ഥലം മുതൽ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് എത്താനായിട്ട് വന്ന സമയം 2 seconds ആണ്. അപ്പോൾ നമ്മൾ ഇത് എത്ര പെട്ടെന്ന് നമ്മൾ സ്പീഡിലാണോ കൊണ്ടുവന്നത്, സ്ലോ ആയിട്ടാണോ കൊണ്ടുവന്നത്, ഈ ചലനം ഫാസ്റ്റായിരുന്നോ സ്ലോ ആയിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാം. അപ്പോൾ ആ സംശയത്തിന് ഒരു ഉത്തരമായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. 5 മീറ്റർ ഞാൻ 2 seconds കൊണ്ട് കവർ ചെയ്തു. 5 മീറ്റർ ഞാൻ 2 seconds കൊണ്ട് കവർ ചെയ്തു എന്ന് എഴുതുന്നതിന് പറയുന്ന പേരാണ് 5 meter by 2 seconds അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. പൊസിഷൻ 2 തരത്തിലാവാം. ഒന്നുകിൽ ഡിസ്റ്റൻസ് ആവാം, അല്ല എങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആവാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 5/2 ആണ് ഈ 2.5 എന്നുള്ള മാഗ്നിറ്റ്യൂഡ്. 2.5 എന്താണത്? അത് മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഈ 2.5 എന്ന് ഉദ്ദേശിക്കുന്ന മാഗ്നിറ്റ്യൂഡ് എന്താണത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. പൊസിഷൻ എന്നുള്ള വാക്ക് വീണ്ടും ഞാൻ പറയുന്നു, അത് ഡിസ്റ്റൻസ് ആവാം, ഡിസ്പ്ലേസ്മെൻ്റ് ആവാം. എന്താണെങ്കിലും ചേഞ്ച് ഓഫ് പൊസിഷൻ ബൈ ടൈം. അപ്പോൾ ആ ചേഞ്ച് ഓഫ് പൊസിഷൻ ബൈ ടൈമിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് സ്പീഡ് എന്നും പറയും, അറ്റ് ടൈംസ് വെലോസിറ്റി എന്നും പറയും. അതായത് നമ്മൾ 5 മീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടും എടുക്കാം, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടും എടുക്കാം. ഞാൻ 2 തരത്തിൽ വിശദമായി പറഞ്ഞു. 5 മീറ്റർ എന്ന് മാത്രം പറയുമ്പം അത് സ്കെയിലാറ്, 5 meter ടു ദ റൈറ്റ് എന്ന് പറയുമ്പം അത് വെക്റ്റർ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഉത്തരത്തിൽ 2.5 meter per second എന്ന് മാത്രമേ വന്നുള്ളൂ. ഇവിടെ 2.5 meter per second ടു ദ റൈറ്റ് എന്ന് പറയുന്നു. അണ്ടർലൈൻ. 2.5 meter per second എന്ന് പറയുമ്പം അത് സ്പീഡ്, 2.5 meter per second ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് വെക്റ്ററായി. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയായി, 2.5 meter per second ടു ദ റൈറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയായി. അതിന് നമ്മൾ പറയുന്ന പേര് വെലോസിറ്റി എന്നാണ്. എന്താണ് പറയുക? വെലോസിറ്റി. അപ്പോൾ നമ്മൾ പുതിയ 2 വാക്കുകളെ പരിചയപ്പെട്ടു. ഒന്നിൻ്റെ പേര് വെലോസിറ്റി, മറ്റൊന്നിൻ്റെ പേര് സ്പീഡ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, whereas speed is distance by time. ഇത് പറയുന്നത് how fast or how slow an object is moving. അപ്പോൾ നമ്മൾ വെക്ടേഴ്സും സ്കേലാർസും എന്താണെന്ന് കണ്ടു. ഒപ്പം തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടു.